ശ്രീ രാജഗോപാൽ, യോഗി ആദിത്യനാഥ് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ത്രേതായുഗത്തിലേക്ക് പോയതുപോലെ എന്ന്. തീർച്ചയായും ഇതൊരു പുതിയ യുഗത്തിലേക്ക് പോയതുപോലെ തന്നെയുണ്ട്. ഇന്ന് രാവിലേക്ക് ശേഷം ഇന്ത്യ മാറി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? യുഗമാണ് ക്ഷേത്രയുഗം എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും പ്രാകൃതമായ യുഗത്തിലേക്ക് തന്നെയാണ് പോയത്. അത് പുതിയത് പ്രാകൃതം ഒരു പുതിയ കുപ്പിയിലടച്ചാൽ അത് പുതിയതാകുമോ എന്ന് എനിക്കറിയില്ല. പ്രാകൃതമായ ഒരു യുഗത്തിലേക്ക് പ്രധാന കാരണം രാമക്ഷേത്രമായിട്ട് വന്നതിലല്ല. അതൊരു പ്രശ്നമാണെങ്കിൽ പോലും പ്രധാനമന്ത്രി അവിടെ പോയി ഇന്നോട്ട് ഇനി പ്രധാനമന്ത്രിയാണെന്ന് വിളിച്ചാൽ ഇനി കേസുണ്ടാവുമോ, അത് അദ്ദേഹത്തെ നമ്മൾ പ്രധാന പുരോഹിതൻ എന്ന് വിളിക്കണമോ എന്നൊരു ഞാൻ സത്യമായിട്ട് പറയുന്നത് ഐ ഹാവ് എ സീരിയസ് ഡൗട്ട്. വാട്ട് ഷുഡ് വി കോൾ ഹിം നൗ? ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓർ ഈസ് ദ പ്രൈം പ്രീസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പ്രധാന പുരോഹിതനാണോ എന്നൊരു ചോദ്യം ഉണ്ട്. രണ്ടാമത്തെ ഏറ്റവും അതിലും ഭയാനകമായ ഭീകരമായ ചോദ്യം, അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ആരാണ്? അതിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്ന ആൾ ആരാണ്? ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നത് അദ്ദേഹമാണോ? അവിടുത്തെ പ്രധാന മേസ്ത്രിയാണോ? ആർക്കിടെക്റ്റാണോ? മറ്റൊരു പൂജാരിയാണോ? അത് കണ്ടിട്ട് മോഹൻ ഭഗവത്തിൻ്റെ മുഖം പോലെ തോന്നിയത്. അദ്ദേഹത്തിന് എന്താണ് അവിടെ കാര്യം? ഇത് പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടതാണ്. പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയിപ്പിക്കാനും കഴിവുള്ള സുപ്രീം കോർട്ടോ അതേ ചീഫ് ജസ്റ്റിസോ അത് ചോദിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അതിൽ കുറച്ച് ദിവസം മുമ്പ് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു ക്ഷേത്രങ്ങൾക്കുള്ള പങ്ക്, ധ്വജത്തിനുള്ള പങ്ക്, ഇതെല്ലാം. അപ്പോൾ ഇതിങ്ങനെ ഒരു പറയുന്ന ഇതിൽ ഇന്ന് പ്രധാനമായി സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രവും നമ്മുടെ സ്റ്റേറ്റ്, അതായത് ഭരണകൂടവും മതവും തമ്മിലുള്ള വളരെ വളരെ ഇടിഞ്ഞുകൊണ്ടിരുന്ന ഒരു മതിൽ, അതിൻ്റെ അവസാനത്തെ ഡിമോളിഷൻ ആണിന്ന് സംഭവിച്ചത്. അപ്പോൾ ഏറ്റവും ഹിന്ദു രാഷ്ട്രമാകുന്നോ ആയോ ഇല്ലയോ എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ മുമ്പ് തന്നെ മുഹമ്മദ് അഖ്ലഖിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തച്ചു കൊന്നതിന് അന്ന് തന്നെ ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞിരുന്നു. കാര്യം അത് നടന്നിട്ട് ശേഷം ആ ജയിലിൽ മരിച്ച ഒരു അക്യൂസ്ഡ് ഒരു പ്രതിയായ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ പുതഞ്ഞ നമ്മുടെ ദേശീയ പതാകയിലാണ്. അപ്പോൾ അന്ന് തന്നെ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ അവസാനത്തെ ചുവടുവയ്പ്പിലെ ഏറ്റവും പ്രധാനമായൊരു ചുവടുവയ്പ്പായിരിക്കും ഇന്ന് എന്ന് ഞാൻ കരുതുന്നു. അപ്പം പുതിയത് എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാനോ ഞാൻ തയ്യാറല്ല. അത് പ്രാകൃതമായ ഒരു അത് പാർലമെൻറ്റ് തുറന്നപ്പോൾ നമ്മൾ പിന്നോട്ട് പോയി അതിൽ നിന്ന് കുറച്ചും കൂടി പിന്നോട്ട് പോകുക എന്നുള്ളത്, കുറച്ചും കൂടി അല്ല വളരെയധികം പിന്നോട്ട് പോവുക എന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന, എത്തിക്സിൽ വിശ്വസിക്കുന്ന, മൊറാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു റിപ്പബ്ലിക്കിന് സംഭവിച്ച ഒരു വളരെ വലിയൊരു അപജയം തന്നെയാണ് നടന്നതെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ആർ രാജഗോപാൽ, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തി, ഇത് പ്രാകൃതമായ ഒരു യുഗം തന്നെയാണെന്ന് അങ്ങ് വിശേഷിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് രാജ്യം എത്തി നിൽക്കുന്നത്. പക്ഷേ ഇത് BJP, ഹിന്ദുത്വ സംഘപരിവാർവാദികൾ ഒക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാനാകില്ലല്ലോ. ഇതിനൊരു കൃത്യമായ ഉത്തരവാദികൾ എന്ന് ആരെയൊക്കെ താങ്കൾ ഒന്ന് എണ്ണി പെട്ടെന്ന് പറയും? തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിച്ചതുകൊണ്ട് കോൺഗ്രസിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എല്ലാ പാർട്ടികൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പ്രശ്നമുണ്ട്. കാര്യം ഇതിനെ സംഭവിച്ചത് നമ്മൾ ഒരു റിപ്പബ്ലിക്കായി നമ്മളെ പ്രഖ്യാപിച്ച ശേഷം നമ്മുടെ കൂടെ ഏകദേശം ഇന്ന് 200 മില്യൺ എന്ന് പറയുന്ന 20 കോടിയിലധികം ഒരു ജനവിഭാഗം നമ്മളെ വിശ്വസിച്ച്, നമ്മുടെ റിപ്പബ്ലിക്കിനെ വിശ്വസിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിന്നവരെ നമ്മൾ ഒരിക്കലും ഒരു കൈത്താങ്ങായിട്ടില്ല. അതുമാത്രമല്ല ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു റിക്കൺസിലിയേഷൻ ഉണ്ടാക്കാനോ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നൊരു സത്യവും അതൊരു പ്രത്യേക ഒരു പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ജനവിഭാഗത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാവരും അതിൽ അപരാധികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ നിജേഷ് അരവിന്ദ്.